ഇവിടെ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ PM പോഷൺ ആയാലും PM ഉഷയായാലും അങ്ങനെ 82 കേന്ദ്ര പദ്ധതികളിൽ 17 എണ്ണത്തിന്റെയും പ്രീഫിക്സായി PM എന്നുണ്ട്. പ്രധാനമന്ത്രി അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്റർ എന്നാണ്, അല്ലാതെ നരേന്ദ്രമോദി NM എന്നല്ല. ഇവർക്ക് തെറ്റിപ്പോയതാണോ എന്ന് എനിക്ക് സംശയമുണ്ട് CPIക്ക്. കാരണം നരേന്ദ്രമോദി എന്ന് കേൾക്കുമ്പോഴാണല്ലോ ഈ ഹാലിളക്കം ഉണ്ടാകുന്നത്. അത് അവർ മനസ്സിലാക്കണം. നരേന്ദ്രമോദി എന്നല്ല, പ്രധാനമന്ത്രി PM എന്നാണ്, NM എന്നല്ല. അപ്പോൾ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ കുറേ മാറ്റങ്ങളൊക്കെ വരും. പിന്നെ ഈ പാഠ്യപദ്ധതി സംബന്ധിച്ചുള്ള അന്തിമ തീരുമാനം അത് NEPയുടെ പേജ് 17 സെക്ഷൻ 4 എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പാഠ്യപദ്ധതി സംബന്ധിച്ചുള്ള അന്തിമ തീരുമാനം സംസ്ഥാന സർക്കാരുകൾക്കാണ് എന്ന് പറയുന്നുണ്ട്. പിന്നെ NEPയുടെ ഈ സ്ട്രക്ചറിലുള്ള പ്രതിഷേധം അതും ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി ക്ലാരിഫൈ ചെയ്യുന്നുണ്ട്. പ്രീ പ്രൈമറി വിദ്യാഭ്യാസം, അധ്യാപക ശാക്തീകരണം, അതുപോലെ തന്നെ എൻറോൾമെന്റ്, ത്രിഭാഷാ പദ്ധതി, ഇതൊക്കെ കേരളം പണ്ടേ നടപ്പാക്കിയതാകുമ്പോൾ അതിന്മേൽ ഇനിയും എതിർപ്പെന്തിനാണ് എന്ന് ചോദിക്കുന്നു. 1476 കോടി 13 ലക്ഷം രൂപ കിട്ടുന്നതിന് വേണ്ടിയാണ് ഈ ഒപ്പിടുന്നത് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഈ PM ശ്രീ ഒപ്പുവെച്ചാലും SCERT സിലബസ് പഠിക്കാനാകും. മാഡം നേരത്തെ പറഞ്ഞല്ലോ കോൺഗ്രസ് സർക്കാരുകളുടെ കാര്യം അവരും ചെയ്തിട്ടുണ്ടെന്ന് മാത്രമല്ല മാഡം, അവിടെ തെലങ്കാനയിലും ഹിമാചൽ പ്രദേശിലുമൊക്കെ അവിടുത്തെ സംസ്ഥാന സിലബസാണ് PM ശ്രീ നടപ്പാക്കിയതിനു ശേഷം പിന്തുടരുന്നത്. അത് അറിഞ്ഞുകൊണ്ട് അത് മറച്ചു വെക്കുന്ന ഒരു പരിപാടിയാണ് കേട്ടോ ഇവിടെ കോൺഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസും ലീഗും ഒക്കെ ശരിക്കും പറ്റിക്കുകയാണ് മലയാളികളെ. കാരണം അവരൊക്കെ ഭരിക്കുന്ന, ഇന്ത്യ മുന്നണി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അതാത് സംസ്ഥാന സിലബസ് PM ശ്രീയുടെ ഫണ്ട് വാങ്ങിയിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് വി ശിവൻകുട്ടി അതിവിടെ ചെയ്യുമെന്ന് പറയുമ്പോഴേക്കും വി ശിവൻകുട്ടിയെ അങ്ങ് ക്രൂശിലേറ്റാം എന്ന രീതിയിലാണ് ഇവിടെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്.